ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 531ാമത് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം, എന്നോടൊപ്പം എൻ്റെ മകൻ ബെർണാഡ് ബ്ലസൻ ഇന്ന് കൂടെയുണ്ട്. ഹായ് പറഞ്ഞ എല്ലാവർക്കും. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൺ ഞെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ ഉള്ളവർ അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം, അവിടെ വെച്ച് കാണാം. ഓക്കെ. നമ്മളിന്ന് കാണാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന സ്ഥലത്താണ്. അറിയാലോ, തൊടുപുഴയിൽ ഒരു ലാൻഡാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. 18 സെൻറ്റ് ലാൻഡാണ്. നമ്മൾ രാവിലെ തന്നെ കോട്ടയത്തു നിന്ന് പോന്നു. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തിച്ചേർന്നു. അവിടെ ഞങ്ങളെ കാണിക്കാനായിട്ടൊരു ചേട്ടനാണ് അവിടെ വന്നത്. അവിടെ എത്തിയപ്പോഴാണ് നല്ല പ്രകൃതിയുടെ നല്ല പച്ചപ്പും അതുപോലെ പ്രകൃതിയുമായിട്ട് വളരെ ഒത്തണി കിടക്കുന്ന ഒരു ലാൻഡാണ്. തൊട്ട് ഫ്രണ്ടിൽ കൂടെ ടാർ റോഡ് പോകുന്നുണ്ട്. നല്ല ഫ്രണ്ടേജോട് കൂടിയ ഒരു ലാൻഡാണ്. ഇപ്പം ചുറ്റുമതിലൊക്കെ കെട്ടി ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ കാട് കയറി ഇതായിട്ടുണ്ട്. കാട് ചില മാസങ്ങൾക്ക് മുമ്പ് തെളിച്ചതാണ്, പക്ഷേ ഇവിടുത്തെ മഴയുടെയും പ്രകൃതിയുടെയൊക്കെ പ്രതിഭാസം അനുസരിച്ച് നല്ല രീതിയിൽ തന്നെ കാട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു റോഡ് ഫ്രണ്ടേജാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നന്നായി തന്നെ വീട് വയ്ക്കുവാനായിട്ടുള്ള നല്ല അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ്. വളരെ മനോഹരമായ ഒരു റോഡ് താഴെ വരെ നമുക്കിങ്ങനെ നീണ്ടു തോർന്ന് കിടപ്പുണ്ട്. ആ ഒരു നല്ലൊരു പ്രകൃതിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ലാൻഡ് തന്നെയാണ്. 100 മീറ്റർ മാത്രമേ ഉള്ളൂ ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. കാഞ്ഞിരമറ്റം ടെമ്പിൾ റോഡാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ കാഞ്ഞിരമറ്റം ടെമ്പിൾ എന്ന് പറയുന്നത് ഇവിടുന്ന് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു 500 മീറ്ററിൽ കൂടുതൽ വരത്തില്ല, അല്ലെങ്കിൽ 1 കിലോമീറ്ററിൽ കൂടുതൽ വരത്തില്ല. തൊടുപുഴ ടൗൺ എന്ന് പറയുന്നതും ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 കിലോമീറ്റർ അടുത്തായിട്ട് വരും ടെമ്പിള്, കാഞ്ഞിരമറ്റം ടെമ്പിള്. ബ്രാഹ്മിൻസിൻ്റെ ഗോഡൗണൊക്കെ ഈ പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഏകദേശം ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റിലുള്ള മെയിൻ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല. എങ്കിലും എനിക്കറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, വീട് വെക്കാൻ വളരെ അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ്. 16 സെൻറ്റ് സ്ഥലമുണ്ട്. ഫ്ലോട്ടായിട്ട് തിരിച്ച് 2 വീടുകൾ വേണമെങ്കിലും വെക്കാനുള്ള സൗകര്യം ആ ഫ്ലോട്ടിനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി കൂടുതലായിട്ട് ഇതിനായിട്ട് പറയാനുള്ളത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പണിയൊക്കെ നടക്കുന്നുണ്ട്. എനിക്കിവിടെ വന്നപ്പോൾ വളരെ നല്ലൊരു ഹൈ റേഞ്ചിലൊക്കെ ചെന്ന പോലത്തെ ഒരു ഫീലിംഗാണ് ഉണ്ടായത്. ഇടുക്കിയാണല്ലോ, ഇടുക്കിയുടെ ഡിസ്ട്രിക്റ്റ് ആയതുകൊണ്ടാവാം നല്ലൊരു തണുപ്പൊക്കെ അവിടെ ഫീൽ ചെയ്തു. പിന്നെ അവിടുത്തെ റോഡുകളൊക്കെ നല്ല അത്യാവശ്യം വീതിയുള്ള റോഡുകളും നന്നായി തന്നെ യാതൊരു കുഴികളോ മറ്റോ ഒന്നും ഇല്ലാത്ത മനോഹരമായ റോഡുകൾ തന്നെയാണ് അവിടെയെല്ലാം കാണുവാൻ സാധിച്ചത്. പിന്നെ എനിക്ക് പറയാനുള്ള ഇതിൻ്റെ വിലയും വിവരങ്ങളൊക്കെ ക്യാപ്ഷനിലും തമ്പനയിലും ഉണ്ടാവും. വെള്ളത്തിനൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഏരിയയാണ്. നന്നായി തന്നെ നമുക്ക് ടൗണുമായിട്ട് ഇത്രയും അടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി. നിങ്ങൾക്ക് എത്രയും വേഗം ഇത് സ്വന്തമാക്കാം. ഇതിൻ്റെ വിവരങ്ങളൊക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി കൂടുതലായിട്ട് പറഞ്ഞ് നീട്ടുന്നില്ല. വീഡിയോയും അതുപോലെ റോഡുകളൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയുടെ വോയിസ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. കൂടുതൽ ബോറടിപ്പിച്ച് കഴിഞ്ഞാൽ മോശമാണല്ലോ അല്ലേ. അപ്പോൾ എനിക്കൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളത് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങൾ പോരുമ്പോഴൊക്കെ നല്ല മഴ ഇങ്ങനെ ചാറാനൊക്കെ തുടങ്ങിയ സമയമായിരുന്നു. നല്ല വഴികളൊക്കെ ആയതുകൊണ്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് തിരിച്ച് കോട്ടയത്ത് ഞങ്ങളൊരു ഏകദേശം ഒരു 3-3:30 ഞങ്ങൾ എത്തി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണും വരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.
നെക്സ്റ്റ് ടൈം നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.